ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितंश्च। ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 3-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവസഃ അഹങ്കാരാവിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവസഃ അഹങ്കാരാവിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഓക്കെ, സ്വാതി മാതാജി വായിക്കും. हरे कृष्ण प्रणाम। प्रकृते क्रियमाणानि गुणैकर्माणि सर्वशः अहंकार विमूढात्मा कर्ताहमिति मन्यते. അതിൻ്റെ വിവർത്തനം വിനോദിനി മാതാജി വായിക്കും. വിനോദിനി മാതാജി എൻ്റെ വിവർത്തനം വായിക്കും. ഓക്കെ, അല്ലെങ്കിൽ നീതു മാതാജി വായിക്കും. ഹരിബോൾ. The spirit soul, bewildered by the influence of the false ego, thinks himself the doer of the activities that are in actuality carried out by the three modes of material nature. പ്രകൃതി ക്രിയമാണാനി. പ്രകൃതി എന്താണ്? പ്രകൃതി ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട 5 ടോപ്പിക്സാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിലത്തെ ഒരു ടോപ്പിക്കാണ് പ്രകൃതി. ഈശ്വര, ജീവാത്മ, പ്രകൃതി, കാല, കർമ്മ, അല്ലേ? പ്രകൃതി. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാൻ പ്രകൃതി ക്രിയമാണാനി. നമ്മളെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും എന്താണ്? നമ്മളുടെ അഹങ്കാരം, ഇൻഫ്ലുവൻസ് ഓഫ് ഫോൾസ് ഈഗോ എന്ന് പറയുന്നത്. ആക്ച്വലി അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ ഈ ശരീരമാകുന്നു, ഇതെല്ലാം എൻ്റേതാണ് എന്നുള്ള ആ ബോധം, ആത്മാവ് എന്നുള്ള ആ ബോധം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സ്പിരിറ്റ് സോൾ ബിവിൽഡേഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോൾസ് ഈഗോ. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എന്താണ്? ബഹിരാംഗ ശക്തി. ഭഗവാന്റെ ബഹിരാംഗ ശക്തി. ആ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ് ഈ മെറ്റീരിയൽ ക്രിയേഷൻ്റെ കാരണം. അപ്പോൾ ഈ ബഹിരാംഗ ശക്തി, ഈ പ്രകൃതി, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് മാനിഫെസ്റ്റേഷൻ, അൺമാനിഫെസ്റ്റേഷൻ, അത് പ്രകടനം, അപ്രകടനം, അല്ലേ? മാനിഫെസ്റ്റേഷൻ ആൻഡ് അൺമാനിഫെസ്റ്റേഷൻ, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു, അനിഹിലേഷൻ നടക്കുന്നു, വീണ്ടും മാനിഫെസ്റ്റേഷൻ നടക്കുന്നു, വീണ്ടും അനിഹിലേഷൻ നടക്കുന്നു. ഈ സൈക്കിള് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ മെറ്റീരിയൽ യൂണിവേഴ്സസ്
ഭൗതിക പ്രകൃതി ഇത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രകടമാകുന്നു, അപ്രകടമാകുന്നു, അല്ലേ? അപ്പോൾ ഇത് മാനിഫെസ്റ്റ് ആവുന്നു, അൺമാനിഫെസ്റ്റ് ആവുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് ഇവിടെ ഞാനാണ് ഇതിൻ്റെ ഭോക്താവ്, ഞാനാണ് ഇതിൻ്റെ ആസ്വാദകൻ, ഇതിൻ്റെ മാസ്റ്റർ ഞാനാണ്, ഇതിൻ്റെ കൺട്രോൾ ഞാനാണ് എന്നുള്ള അനുഭവം തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരുക്കിയിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ഭൗതിക പ്രകൃതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതിയുടെ ആ ക്ലച്ചസിൽ, ഈ പ്രകൃതിയുടെ അധീനത്തിൽ വന്ന് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാനെ മറന്ന്. എന്ത് കാരണം? ഫോൾസ് ഈഗോ കാരണം, അഹങ്കാരം കാരണം. എന്താണ് അഹങ്കാരം? ഞാനാണ് ഇതെല്ലാം, ഇതിൻ്റെ അധിപൻ ഞാനാണ്, ഇതിൻ്റെ മാസ്റ്റർ ഞാനാണ്, ഇതിൻ്റെ കൺട്രോളർ ഞാനാണ്, ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഞാനാണ്, ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവാനെ മറന്ന് നമ്മൾ സ്വന്തം ഭഗവാനെ പോലെ ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു ഫെസിലിറ്റിയാണ് ഭൗതിക ലോകം. അപ്പോൾ നമ്മൾ എന്താണ് ആ അധീനത്തിൽ വരുമ്പോൾ, ഈ അഹങ്കാരത്തിൻ്റെ അധീനത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു ഇതാണ് ഞാൻ, ഐ ആം ദ ഡൂവർ, ഞാനാണ് ഇതിൻ്റെ കർത്ത എന്ന്. പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 3 ഗുണങ്ങളിലും അകപ്പെട്ട് ഈ 3 ഗുണങ്ങളും നമ്മളെ സ്വാധീനിച്ച് അതാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഫോൾസ് ഈഗോ കാരണം. അപ്പോൾ ഈ പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ ശക്തിയെ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവ് സുപ്പീരിയർ ആണ്. നമ്മളുടെ ജീവാത്മാവ് സുപ്പീരിയർ ആണ്, അത് സച്ചിദാനന്ദമാണ്. എങ്കിലും പ്രകൃതി ഇൻഫീരിയർ ആണ്, അത് ജഡമാണ്, മാറ്ററാണ്, അല്ലേ? എങ്കിലും നമ്മൾ സുപ്പീരിയർ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ പ്രകൃതിയുടെ അധീനത്തിൽ വരുന്നു, ഇൻഫീരിയർ ആയിട്ടുള്ള ഈ പ്രകൃതിയുടെ അധീനത്തിൽ വരുന്നു. കാരണം ഭഗവാന്റെയാണത് ബഹിരാംഗ ശക്തി. അപ്പം നമ്മൾ വളരെ വളരെ ടൈനിയാണ്. ഭഗവാന്റെ ഈ ബഹിരാംഗ ശക്തിയുടെ കീഴിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഈ ആത്മാവും വരാൻ കാരണം നമ്മൾ ഈ ജഡവസ്തു ആണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഞാൻ ഈ ശരീരമാകുന്നു, ഇതെല്ലാം എൻ്റേതാണ്, ഇതെൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കളെ, എൻ്റെ സമ്പത്ത്, എൻ്റെ പ്രോപ്പർട്ടി എന്നീ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നമ്മൾ സുപ്പീരിയർ ആയിരുന്നിട്ട് പോലും ഈ ഇൻഫീരിയർ പ്രകൃതിയുടെ അധീനത്തിൽ വരേണ്ടി വരുന്നത്. So 2 persons, one in Krishna consciousness and other in material consciousness, working on the same level, may appear to be working on the same platform, but there is a wide gulf of difference in their respective positions. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ആൾക്കാരെ എടുത്തിരിക്കുന്നത്, 2 പേരും എന്താണ് വർക്ക് ചെയ്യുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു. ഒന്ന് കൃഷ്ണാവബോധത്തിലും ഒന്ന് ശാരീരിക അവബോധത്തിലുമാണ്. 2 പേരും ജോലി ചെയ്യുന്നുണ്ട്. 2 പേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയും 2 പേരുടെയും ആറ്റിറ്റ്യൂഡും 2 പേരും ജോലി ചെയ്യുന്നതിൻ്റെ റിസൾട്ടും വ്യത്യസ്തമാണ്. കാരണം ഒന്ന് കൃഷ്ണാവബോധത്തിലാണ് ഒരാൾ, അദ്ദേഹം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, മറ്റേ ആൾ തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് 2 പേരുടെയും ആറ്റിറ്റ്യൂഡും 2 പേരും ചെയ്യുന്ന ജോലിയുടെ റിസൾട്ടും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇവിടെ ഉദാഹരണത്തിനായി കൊടുത്തിരിക്കുന്നത്. There is a wide gulf of difference in their respective positions. The person in material consciousness is convinced by false ego that he is the doer of everything. അപ്പോൾ ശാരീരിക അവബോധത്തിലുള്ള ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? ഞാനാണ് ചെയ്യുന്നത്, അല്ലേ? He does not know that the mechanism of the body is produced by material nature, which works under the supervision of the Supreme Lord. ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ശരീരം ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ അധ്യക്ഷതയിലാണ്. ഇത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ശരീരം. ഇത് മാറ്ററാണ്, ഇത് ജഡമാണ്. ഇതിൽ കോൺഷ്യസ്നെസ് കയറുമ്പോൾ മാത്രമാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മറന്നിട്ടാണ് ഭഗവാന്റെ അധ്യക്ഷത, ഭഗവാന്റെ സൂപ്പർവിഷൻ നമുക്കില്ല
എന്നുള്ള ആ ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഭൗതിക ലോകത്ത് ഫങ്ഷൻ ചെയ്യുന്നത്. ദ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ഹാസ് നോ നോളേജ് ദ അൾട്ടിമേറ്റ്ലി ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് കൃഷ്ണ. അപ്പോൾ നമുക്ക് ഏതൊരു പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ വേണം? ഓക്കെ, എ ഡൂവർ, ഓക്കെ, എ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി, the three modes of material nature, and our effort, and ultimately the Supreme Lord's sanction. എന്നാൽ മാത്രമേ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. The person in false ego takes all credit for doing everything independently, and that is the symptom of his nascence. അപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ false ego. അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യതേ. ഈ ഫാൾസ് ഈഗോ കാരണം എല്ലാ കാര്യത്തിൻ്റെയും ക്രെഡിറ്റ് ആരെടുക്കുന്നു? ഈ വ്യക്തി എടുക്കുന്നു. ആക്ച്വലി ഇത് ചെയ്യുന്നതാണ് ഭഗവാന്റെ സാങ്ഷൻ പ്രകാരം ആണ് ഇതെല്ലാം നടത്തപ്പെടുന്നത്. ആൻഡ് ആസ് സച്ച് ഹിസ് ബോഡി ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ് ഷുഡ് ബി എൻഗേജ് ഇൻ ദ സർവീസ് ഓഫ് കൃഷ്ണ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. ഹി ഡസ് നോട്ട് നോ ദാറ്റ് this gross and subtle body is a creation of the material nature under the order of the Supreme Personality of Godhead, and as such his bodily and mental activity should be engaged in the service of it. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ശരീരവും ആരാണ് തന്നിരിക്കുന്നത്? ഭഗവാന്റെ പ്രകൃതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതാണ് രണ്ട് ശരീരം? സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം, ഇത് നമ്മുടേതല്ല. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഇത് പ്രകൃതിയുടെ ഒരു ദേനാണ്, പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മളുടേതായിട്ടുള്ള ഒന്നുമില്ല, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്കൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ശരീരം, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം എന്നാണ് പറയുന്നത്. ദ ഇഗ്നോറൻറ്റ് മാൻ ഫോർഗെറ്റ്സ് ദാറ്റ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് നോൺ ആസ് ഋഷികേശ ഓർ ദ മാസ്റ്റർ ഓഫ് ദ സെൻസസ് ഓഫ് ദ മെറ്റീരിയൽ ബോഡി. ഭഗവാനെ ഋഷികേശ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഋഷികേശ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ദ സെൻസസ്, ഈ ഇന്ദ്രിയങ്ങളുടെ അധിപൻ, മാസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്യണം. ഋഷികേശ, the master of the senses of the material body, for due to his long misuse of the senses in sense gratification, he is factually bewildered by the false ego, which makes him forget his eternal relationship with Krishna. അപ്പോൾ എത്രയോ ജന്മങ്ങളായിട്ട്, ജന്മാന്തരമായിട്ട് നമ്മൾ ഈ അഹങ്കാരം, അതായത് ഈ ഫാൾസ് ഈഗോ, ഞാൻ ഈ ശരീരമാകുന്നു, ഇതെല്ലാം എൻ്റെ ആസ്വാദനത്തിനുള്ള എന്ന ചിന്തയിൽ നമ്മൾ പ്രവർത്തിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ മറന്നു ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ മറന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ അകപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്, ഈ മൂന്ന് ഗുണങ്ങളിലും അകപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൽ നമ്മൾ അകപ്പെട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജന്മം, മൃത്യു, ജരാവ്യാധിയിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇതിന് നമുക്കൊരു നിവാരണം ഒറ്റ വഴിയുള്ളൂ, ഭഗവാന്റെ സേവനം ചെയ്യുക, ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഋഷികേശ സേവനം ഭക്തിരുച്യതേ. സർവോപാധി വിനിർമുക്തം തത്പരത്തേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തിരുച്യതേ. അതായത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കാനല്ല ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയും ബുദ്ധിമുട്ടി ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നു, ഡ്യൂ ടു ഹിസ് ലോങ് മിസ്യൂസ് ഓഫ് ദി സെൻസസ്. നമ്മൾ ദുരുപയോഗം ചെയ്യണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇന്ദ്രിയ തൃപ്തി വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഹങ്കാരത്തിൻ്റെ അധീനത്തിൽ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാണ്?
ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യതേ. അഹങ്കാരം കൊണ്ട്, ഫാൾസ്യം കൊണ്ട് നമ്മളെല്ലാം വിചാരിക്കുന്നു നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളാണ്. വി ആർ ദ ഡൂവർ, വി ആർ ദ മാസ്റ്റർ, വി ആർ ദ കൺട്രോളർ, വി ആർ ദ പ്രൊപ്പറേറ്റർ. പക്ഷെ ആക്ച്വലി നമ്മളെ കൊണ്ട് ഈ 3 ഗുണങ്ങളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഭഗവാന്റെ സൂപ്പർവിഷൻ ഇല്ലാണ്ട്, ഭഗവാന്റെ സമ്മതമില്ലാതെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റില്ല. അതാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കമൻസോ ഉണ്ടോ? ശ്ലോകം ഇല്ലേ പ്രഭുജി? ഒരു മിനിറ്റ്. നിർമുക്തം തത്പരത്വേന നിർമ്മല. അത് എന്താ പറയാ, ഭക്തിരസാമൃത സിന്ധുന്നാണ് രൂപ ഗോസ്വാമിയുടെ. അതില് പ്രഭുജി തത്പരത്വേന എന്നുള്ളതിന്റെ ആ ശ്ലോകത്തിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ പ്രഭു? ഓക്കെ, ഒറ്റ മിനിറ്റ്. അത് മറന്നു പ്രഭുജി, മുൻപ് ഞാൻ റെഫർ ചെയ്തതായിരുന്നു. ശ്ലോകം മറന്നില്ല, അതിന്റെ മീനിങ് സ്റ്റാർട്ടിങ്ങിലുള്ള 2 ലൈനിന്റെ. സർവ ഉപാധി, ഒരു ഉപാധിയും ഇല്ലാതെ അല്ലെ പ്രഭുജി തുടങ്ങുന്നത്? ഡിസിഗ്നേഷൻ. അതെ അതെ. അത് ഇവിടെ സർവോപാധി വിനിർമുക്തം എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയൽ ഡിസിഗ്നേഷൻസ് നിന്നും മുക്തനായിട്ട്, എല്ലാ അതായത് എന്താണ് മെറ്റീരിയൽ ഡിസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യനാണ്, ഞാനൊരു ഡോക്ടറാണ്, ഓക്കെ, ഞാൻ വെളുത്തതാണ്, ഞാൻ പൈസക്കാരനാണ്, ഓക്കെ, ഞാൻ ഭർത്താവാണ്, ഞാൻ ഭാര്യയാണ്, ഞാൻ അമ്മയാണ്. ഇതെല്ലാം നമ്മുടെ ഉപാധികളാണ്. ഇതെല്ലാം ഉപാധികളുണ്ട്, പക്ഷെ ഇതെല്ലാം ടെമ്പററി ആണ്, നമ്മൾ മറന്നു പോകുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ കരകയറണം. നമ്മൾ ആരാണ്? ജീവേര സ്വരൂപഹേ കൃഷ്ണേര നിത്യദാസ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി എന്താണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇന്ത്യനാണ്, ഞാൻ പണക്കാരനാണ്, അതെ. അപ്പോ തത്പരത്വേന എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂർണ്ണമായിട്ടും സേവനത്തിൽ അർപ്പിച്ചുകൊണ്ട്, ബൈ ദ സോൾ പർപ്പസ് ഓഫ് സർവിങ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ്ഹെഡ്. നിർമ്മലം പറഞ്ഞാൽ uncontaminated by the effects of speculative philosophical research. അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റി, അതിൽ നിന്നും നമ്മൾ മുക്തി നേടണം, അതിലകപ്പെട്ട് ജീവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഉപാധിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഞാൻ പണക്കാരനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ആ ഉപാധി ഇതെല്ലാം ടെമ്പററിയാണ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അങ്ങനെ നമ്മൾ എപ്പോഴാണ് ഇതിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മീൻ ചെയ്യുന്നത് നമ്മുടെ അവബോധത്തെയാണ് അല്ലേ പ്രഭുജി? അതെ. അപ്പോൾ നമ്മളാണ്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ, ഒരു കർമ്മവും അത് പൂർണ്ണ രൂപത്തിലാവുള്ളൂ, ഭഗവാന്റെ സേവനത്തിലാവുന്നുള്ളൂ. ഇപ്പൊ ഒക്കെ നമ്മളുടെ ഇത് ഞാൻ, എനിക്ക്, എൻ്റേത് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഞാനാണ് ഇത് എൻജോയ് ചെയ്യുന്നത്, ഞാനാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ, ഞാനാണ് ഇതിൻ്റെ കൺട്രോളർ, ഈ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറി പിടിക്കണം. അതാണ് സർവോപാധി വിനിർമുക്തം. തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തി. അതാണ് ഉത്തമ ഭക്തി. ഉത്തമ ഭക്തി ഉച്ചതേ. ക്ലിയർ ആയി പ്രഭുജി. എനിക്ക് അത് ഓർത്തപ്പോ എനിക്ക് വന്നില്ല, മീനിങ് കറക്റ്റ് ആയിട്ട് വന്നില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തത് ടെക്സ്റ്റ് 28.
തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ആരെ വായിക്കുന്നു? സാവിത്രി മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. അതിൻ്റെ ട്രാൻസ്ലേഷൻ നീതു മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോട് ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്കു വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഹരിബോൾ. ഒരു മിനിറ്റ്. One who is in knowledge of the absolute truth, Almighty Arm, does not engage himself in the senses and sense gratification, knowing well the differences between work in devotion and work for fruitive results. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ പറ്റി അറിയുന്നത്, ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ശരിക്കും തത്വത്തിൽ അറിയുന്ന ആൾ, അദ്ദേഹം എന്ത് ചെയ്യില്ല, ഒരിക്കലും തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല, കർമ്മം ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്താണ് വർക്ക് ഇൻ ഡിവോഷൻ ആൻഡ് വർക്ക് ഫോർ ഫ്രൂട്ടിവിറ്റി. അതായത് നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ആ കർമ്മവും ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള അന്തരം, തമ്മിലുള്ള വ്യത്യാസം, അങ്ങനത്തെ ഒരു ഭക്തനെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു ഭക്തൻ തൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യില്ല. കാരണം അത് അവനെ ഇവിടെ ബന്ധിപ്പിക്കും, ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കില്ല ആവരുത്. അങ്ങനെ ആയാൽ എന്താണ്, നമ്മുടെ ഇവിടെ ബന്ധിക്കപ്പെടും, ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടും. ജന്മം, മൃത്യു, ജരാവ്യാധി ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അത് എവിടെ അവസാനിക്കും നമുക്കൊരു പിടുത്തമില്ല, മുക്തി കിട്ടില്ല. ഈ ഭവസാഗരത്തിൽ പോകേണ്ടി വരും. എത്ര കാലം, എത്ര ജന്മം, ഏതെല്ലാം ശരീരം നമ്മൾ എടുക്കണം എന്നും നമുക്കറിയാൻ പറ്റില്ല. So the knower of the absolute truth is convinced of his awkward position in material association. He knows that he is part and parcel of the Supreme Personality of Godhead, Krishna, and that his position should not be in the material creation. അപ്പോൾ ആരാണോ പരമസത്യത്തെ, ഈ പരമ തത്വത്തെ അറിയുന്നത്, അവർക്ക് നന്നായിട്ട് അറിയാം, അതായത് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാകുന്നു. മമായി വാംശോ ജീവലോകെ ജീവഭൂത സനാതന, അല്ലേ? അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഒരു ഭക്തൻ. അങ്ങനൊരു ഭക്തന് തീർച്ചയായിട്ടും എന്താണ്, സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം കിട്ടി ഭഗവത് ധാമിലേക്ക് പോകാൻ സാധിക്കും. He knows his real identity as part and parcel of the Supreme, who is eternal bliss and knowledge, and he realizes that somehow or other is entrapped in the material conception of life. നന്നായിട്ടറിയാം, പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ അകപ്പെട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തത്വങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇനിയെങ്കിലും ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതമായിട്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. എപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ടും സേവിക്കാൻ തുടങ്ങിയാൽ, എന്നാൽ മാത്രമേ പറ്റുള്ളൂ.
In his pure state of existence, he is meant to dovetail his activities in devotional service to the Supreme Personality of Godhead, Krishna. എന്താണ് പറയുന്നത്? ഇൻ ഹിസ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്. എന്താണ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്? ഏതാണ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്? ഞാൻ ഈ ആത്മാവാണ് എന്നുള്ളത് അല്ലേ പ്രഭുജി? ആത്മാവാണെന്നുള്ളത് ആ തിരിച്ചറിയൽ. പക്ഷേ എന്താണ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്? പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്. ഇപ്പം നമ്മൾ സത്വ രജസ് തമോ ഗുണത്തിലാണ്. സത്വഗുണത്തിലാണെങ്കിലും ശരി, തമോ ഗുണത്തിലായാലും ശരി, രജോ ഗുണത്തിലായാലും ശരി, നമ്മൾ ഈ ഭൗതിക ലോകത്തിലായിരിക്കും. അവിടുന്ന് കരകയറാൻ പറ്റില്ല. അപ്പോൾ പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഭൗതിക ലോകം വിട്ടിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് പ്യുവർ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഈസ് മെൻ to dovetail his activities in devotional service to Supreme Personality of Godhead, Krishna. He therefore engages himself in the activities of Krishna consciousness and becomes naturally unattached to the activities of material senses, which are all circumstantial and temporary. He knows that his material condition of life is under the supreme control of the Lord. Consequently, he is not disturbed by all kinds of material reactions, which he considers to be the mercy of the Lord. According to Srimad Bhagavatam, one who knows the absolute truth in three different features, namely Brahman, Paramatma, and the Supreme Personality of Godhead, is called Tattvavit. For he knows also his own factual position in relationship with the Supreme. അപ്പോൾ അങ്ങനൊരു ഭക്തൻ ഈ മൂന്ന് തത്വങ്ങളെ നന്നായിട്ട് അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്താണ് മൂന്ന് തത്വങ്ങൾ? ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാൻ ഇതി സദ്യത. അതാണ് തത്വവിത്ത്. അതായത് ഭഗവാനെ തത്വത്തിൽ അറിയുന്ന ഒരു വ്യക്തി. ബ്രഹ്മൻ റിയലൈസേഷൻ, പരമാത്മ റിയലൈസേഷൻ ആൻഡ് ഭഗവാൻ റിയലൈസേഷൻ. ഇത് മൂന്ന് തത്വത്തെയും ശരിക്കും അറിയുന്ന വ്യക്തി മാത്രമാണ് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റൂ, പ്യുവർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്യുവർ എക്സിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണത് തത്വവിത്ത്, ദ നോവർ ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. തത്വത്തിൽ ഭഗവാനെ അറിയുന്നത് അല്ലേ? ജന്മകർമ്മച്ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്വാദേഹം പുനർജന്മ നൈതി മാമേതി സ്വർജന. അല്ലേ? അവിടെ തന്നെ തത്വത്തിൽ അറിയുന്നു. അതായത് ഭഗവാന്റെ ജന്മത്തെയും ഭഗവാന്റെ ആക്ടിവിറ്റീസിനും കർമ്മത്തെയും ആരാണ് തത്വത്തിൽ അറിയുന്നത്? അവരാണ് എന്ത്? വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാവില്ല. അവർക്ക് വീണ്ടും പുനർജന്മം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ആ ഒരു അങ്ങനത്തെ ഒരു ഭക്തന്റെ ആ ഒരു പൊസിഷനാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഭഗവാൻ. ഓക്കെ, സോ ടെക്സ്റ്റ് 29. പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മശു താൻ അകൃഷ്ണ വിദോ മന്ദാൻ കൃഷ്ണ ഭിന്ന വിചാലയേത്. പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മശു താൻ അകൃഷ്ണ വിദോ മന്ദാൻ കൃഷ്ണ ഭിന്ന വിചാലയേത്. ഓക്കെ, നീതു മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രകൃതിർഗുണസമ്മൂഢാ സഞ്ജന്തെ ഗുണകർമ്മസു താനകൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത്. ട്രാൻസ്ലേഷൻ മല്ലിക മാതാജി വായിക്കൂ. ട്രാൻസ്ലേഷൻ വിവർത്തനം.
വിവർത്തനം ഭഗവത്തമ്പ ശില പ്രവേശിച്ച് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. തന്മൂലം അവയിൽ ആസക്തരാകുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിശുദ്ധരാക്കരുത്. ഹരേ കൃഷ്ണ. Very good. Bewildered by the modes of material nature, the ignorant fully engage themselves in material activities and become attached. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെയും അധീനത്തിൽപ്പെട്ട് അതിലകപ്പെട്ട് ഇഗ്നോറൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഫൂൾസ്, മൂഢ, ഫുള്ളി എൻഗേജ് ദംസെൽഫ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, അതായത് ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, അങ്ങനെ അതിൽ ആസക്തി വരുന്നു. പക്ഷേ ഒരു ബുദ്ധിമാൻ, ദ വൈസ് ഷുഡ് നോട്ട് അൺസെറ്റിൽ ദം although these duties are inferior due to the performer's lack of knowledge. അപ്പോൾ ഒരു ബുദ്ധിമാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഏർപ്പെടുന്നില്ല. അവർക്കറിയാം ഇത് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും, നമ്മൾ ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടും ഭഗവാനെ സേവനം ചെയ്ത് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് പറയുന്നു. പേഴ്സൺസ് ഹു ആർ unknowledgeable falsely identify with gross material consciousness and are full of മെറ്റീരിയൽ ഡിസിഗ്നേഷൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉപാധികൾ, ഓക്കെ, നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട്. ഒരു കമ്പനിയിലത്തെ ഒരു മാനേജറുടെ ഒരു വിസിറ്റിംഗ് കാർഡ് നോക്കിയാൽ പേരുണ്ടാവും, കുറേ പിന്നെ ആൽഫബറ്റ്സ് ഉണ്ടാവും, MBA, MCom, MSc ആൻഡ് എൻജിനീയർ, ഡോക്ടർ, അങ്ങനെ ഒരുപാട് ഡിഗ്രീസ് ഉണ്ടായിരിക്കും. ഇതെന്താണ്? ഈ ഡിഗ്രി ആർക്കാണ് ആക്ച്വലി? ഒരുപാട് ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയാൽ ഇപ്പോൾ ഡോക്ടറുടെ എന്താണ് MBBS, MD, FRCS അങ്ങനെയുള്ള ഒരുപാട് ആൽഫബറ്റ്സ് കൊണ്ട് ഡിഗ്രീസ് ഉണ്ടായിരിക്കും. ഈ ഡിഗ്രീസ് ആക്ച്വലി ആർക്കാണുള്ളത്? ആർക്കാണ് ഈ ഡിഗ്രി? ശരീരത്തിൻ്റെ ആണത്, ആത്മാവിൻ്റെ ഡിഗ്രി അല്ല അത്. അതുകൊണ്ടാണത് അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ ഡോക്ടറാണ്, അടുത്ത ജന്മത്തിൽ ഞാൻ ഡോക്ടറാവണമെന്ന് നിർബന്ധമില്ല അല്ലേ? ഈ ജന്മത്തിൽ ഞാൻ മനുഷ്യനാണ്, അടുത്ത ജന്മത്തിൽ ഞാൻ മനുഷ്യനാണെന്ന് നിർബന്ധമില്ല. എൻ്റെ കർമ്മത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അനുസരിച്ചത് മാറുന്നു. അപ്പോൾ നമ്മളുടെ ഓരോ ഡിസിഗ്നേഷൻസും ടെമ്പററി ആണ്. ഈ ശരീരത്തിനാണ് ഡിസിഗ്നേഷൻ. ഞാനൊരു മിനിസ്റ്ററാണ്, ഓക്കെ, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു അക്കൗണ്ടൻ്റാണ്, ഞാനൊരു ഫിലിം സ്റ്റാറാണ്, സ്പോർട്സ് സ്റ്റാറാണ്. ഇതെല്ലാം ആർക്കാണ്? ശരീരത്തിൻ്റെ ഉപാധികളാണ്, ശരീരത്തിൻ്റെ ഡിസിഗ്നേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഫോൾസ്ലി ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനാണ് ഇത് എൻ്റെ ശരീരത്തിനാണെന്നുള്ളത് മറന്നിട്ട് ഇത് ഞാനാണെന്ന് എന്നെ ആ ഡിസിഗ്നേഷൻ്റെ അധീനത്തിൽ കൊണ്ടുവരാണ്. സോ പേഴ്സൺസ് ഹു ആർ unknowledgeable falsely identify with gross material consciousness and are full of material designations. ഞാൻ ധനവാനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഇതെല്ലാം മെറ്റീരിയൽ ഡിസിഗ്നേഷൻ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് മാത്രമാണ് എന്ന് മറക്കുന്നു. ദിസ് ബോഡി ഈസ് എ ഗിഫ്റ്റ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. പ്രകൃതിയാണ് നമുക്ക് ശരീരം തന്നിരിക്കുന്നത്. പ്രകൃതി ആരുടെ കീഴിലാണ്? മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതി. മയ അധ്യക്ഷേണ പ്രകൃതി. ആരുടെ അധ്യക്ഷതയിലാണ് പ്രകൃതി വർക്കുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ. ഭഗവാനാണ് പറയുന്നത് മയ അധ്യക്ഷേണ, എൻ്റെ അധ്യക്ഷതയിലാണ്. ആ പ്രകൃതിയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. ആ ശരീരത്തിനാണ് ഈ ഡിസിഗ്നേഷൻസ് അല്ലേ? bodily consciousness. Okay, this body is a gift of material nature, and one who is too much attached to the bodily consciousness is called manda. Manda എന്ന് പറഞ്ഞാൽ എന്താ? ലേസി. പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ. മന്ദ എന്ന് പറഞ്ഞാൽ ലേസി. അപ്പോൾ കലികാലത്തില് നമ്മളെല്ലാവരും മന്ദന്മാരാണ്. കാരണം എന്താണ്? നമ്മൾ അറിയുന്നില്ല നമ്മൾ ആരാണെന്നുള്ളത്.
നമ്മൾ ഈ ടെമ്പററി മെറ്റീരിയൽ ഡിസിഗ്നേഷൻസ് ആണ് നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് മൂഢന്മാർ അല്ലെങ്കിൽ മന്ദന്മാർ. മന്ദൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പിരിറ്റ് സോൾ. ആത്മാവിനെ റിയൽ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കാതെ ടെമ്പററി ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഇഗ്നോറൻറ്റ് മാൻ തിങ്ക് ഓഫ് ദ ബോഡി ആസ് എ സെൽഫ്. ദേ അക്സെപ്റ്റ് ബോഡ്ലി കണക്ഷൻസ് വിത്ത് അതേഴ്സ് ആസ് കിൻസ്മാൻഷിപ്പ്. നമ്മളുടെ ബന്ധം ഓക്കെ, ഇതെൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പെറ്റ്, ഇതെല്ലാം നമ്മളുടെ എന്നുള്ള കിൻസ്മാൻഷിപ്പ്. ദ ലാൻഡ് ഇൻ വിച്ച് ദ ബോഡി ഈസ് ഒബ്റ്റെയിൻഡ് ഈസ് ദെയർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്. ഓക്കെ, നമ്മൾ പറയുന്നില്ലേ ഭൂമി നമ്മുടെ അമ്മയാണ്. തീർച്ചയായിട്ടും അമ്മയാണ്, കാരണം ഭൂമിയിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. പക്ഷേ അതും ടെമ്പററിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാരതഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ജനിച്ചു, അടുത്ത ജന്മം എവിടെ ജനിക്കും നമുക്കറിയില്ല, ഇല്ലേ? അപ്പോൾ അതും ടെമ്പററിയാണെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഭൂമി വന്ദനീയമാണ്, നമ്മൾ വന്ദിക്കണം, അല്ലേ? പക്ഷെ അത് നമുക്ക് ഏത് ജന്മത്തിനും ഇവിടെ തന്നെ ജന്മം കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം എൻ്റെ എന്നുള്ള ആ തെറ്റിദ്ധാരണ നമ്മൾ മാറണം. ഇതെല്ലാം ടെമ്പററിയാണ്. എൻ്റെ ഒരേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ, ജീവര സ്വരൂപോഹായ് കൃഷ്ണേര നിത്യദാസ്. അത് പെർമനന്റ് എറ്റേണൽ ഐഡൻറ്റിറ്റിയാണ്. സോ എൻ്റെ കൺസിഡർ ദ ഫോർമാലിറ്റീസ് ഓഫ് റിലീജിയസ് റിച്വൽസ് ടു ബി എൻഡ് ഇൻ ദംസെൽഫ്. അങ്ങനെ നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഇതാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതും അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസസ്, ദേശകാല പാത്രത്തിന് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതും എറ്റേണലല്ല, അല്ലേ? അതും ദേശകാല പാത്രത്തിൻ്റെ അധീനത്തിൽ പ്രവർത്തിക്കപ്പെടുന്നതാണ്. ഓരോ യുഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്, അല്ലേ? എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരേ ആചാരങ്ങളും ഒരേ അനുഷ്ഠാനങ്ങളല്ല. ഇതും ടെമ്പററിയാണ്. പക്ഷെ എന്താണ് പെർമനൻ്റ്? ആത്മാവ് പെർമനൻ്റാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം പെർമനൻ്റാണ്. ആത്മാവ് ചേതനയാണ്, സച്ചിദാനന്ദമാണ്, അത് എറ്റേണലാണ്, അത് ചേഞ്ച് ചെയ്യില്ല. ശരീരം അത് നശിക്കുന്നതാണ്, നശ്വരമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കുട്ടി ജനിച്ചാൽ 6 പരിണാമങ്ങളാണ് സംഭവിക്കുന്നത്. ജനനം മുതൽ മരണം വരെ പരിണാമങ്ങൾ സംഭവിക്കുന്നു, അല്ലേ? ജനിക്കുന്നു, വളരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നു, പിന്നെ ഡിറ്റീരിയേഷൻ, നാശം സംഭവിക്കുന്നു, പിന്നെ മരണം സംഭവിക്കുന്നു. അങ്ങനെ പരിണാമങ്ങൾ സംഭവിക്കുന്നു. So social work, nationalism and altruism are some of the activities for such materially designated person. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരീരമാകുന്ന എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ മെയിൻ കർമ്മം എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം, അതായത് ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്ന സോഷ്യൽ വർക്ക് എന്താണ്? നമ്മൾ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, സ്കൂൾസ് ഉണ്ടാക്കുക, അനാഥാലയങ്ങൾ ഉണ്ടാക്കുക. നാഷണലിസം, നമ്മളുടെ പാട്രിയോട്ടിസം, ഇത് എൻ്റെ ഭാരതഭൂമിയാണ്, ഞാൻ ഇവിടുത്തെ പൗരനാണ്, മറ്റേത് എൻ്റെ ശത്രു രാജ്യമാണ്, ഓക്കെ, അവരെല്ലാം എൻ്റെ ശത്രുക്കളാണ്. ഇതെല്ലാം എന്താണ്? പാട്രിയോട്ടിസം, നാഷണലിസം, ആൾട്രൂയിസം, അഗെയിൻ ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്. ഇതെല്ലാം എന്താണ്? ഫോർ സച്ച് മെറ്റീരിയലി ഡിസിഗ്നേറ്റഡ് പേഴ്സൺസ്. ഭൗതിക തലത്തിലെ ഉപാധികളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കുള്ളൊരു ഭക്തന് എല്ലാം ഒന്നാണ്. അവർക്ക് ബൗണ്ടറീസ് ഇല്ല, എല്ലാവരും ഒരേപോലെ കാണും. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുരി ചൈവ സ്വപാക്കേജ പണ്ഡിത സമദർശന. ഒരു പണ്ഡിതൻ ഓക്കെ വിനയമുള്ള ഒരാളായിരിക്കും. എന്താണ് ഈ വിനയത്വം? വിദ്യ കൊണ്ട് വിനയം. അങ്ങനത്തെ വിദ്യ കൊണ്ട് വിനയമുള്ളൊരു പണ്ഡിതൻ എന്നാണ് ബ്രാഹ്മണേ ഗവി ഹസ്തിനെ സുനി ചൈവ സ്വപാക്കേജ. ഒരു ബ്രാഹ്മണനെയും ഓക്കെ, ഒരു പശുവിനെയും, ഒരു ആനയെയും, ഒരു പട്ടിയെയും, ഒരു പട്ടിയെ തിന്നുന്ന ചണ്ടാലിനെയും എല്ലാവരും ഒരേപോലെ കാണുന്നു.
അവർക്ക് ബൗണ്ടറീസ് ഇല്ല. ഇത് ഇന്ത്യ, ഇത് പാകിസ്ഥാൻ, ഇത് അമേരിക്ക, ഇത് ജപ്പാൻ, ഇത് കാനഡ. അവർക്ക് ബൗണ്ടറീസ് ഇല്ല. ഒരു ഭക്തന് എല്ലാവരും ഭഗവാന്റെ അംശങ്ങളായി കാണുന്നു. ശരീരത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ കാണുന്നത്. അതാണ് ഇവിടെ വ്യത്യാസം. Under the spell of such designations, they are always busy in the material field. അങ്ങനെ തെറ്റായിട്ടുള്ള ഈ ഉപാധികൾ കാരണം അവർ ഈ ഭൗതിക ലോകത്തിലെ അവരുടെ ഇന്ദ്രിയ ഭോഗത്തിലേർപ്പെട്ട് അത് ആസ്വദിച്ച് ജീവിച്ച് അവർ സമയം പാഴാക്കുന്നു. പിന്നെ അവർ വിചാരിക്കുന്നത് തന്നെ സ്പിരിച്വൽ റിയലൈസേഷൻ ഇസ് എ മിത്ത്. അതൊരു മിഥ്യയാണ്. അപ്പോൾ അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവർ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസ്, അല്ല ഫിലന്ത്രോപ്പിക്കൽ ആക്ടിവിറ്റീസ്, നാഷണൽ ആക്ടിവിറ്റീസ്. തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും അവരുടെ മെറ്റീരിയൽ കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ആത്മാവിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല. ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ്, ശരീരത്തിന് കൂടുതൽ കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിൻ്റെ ലിബറേഷന് വേണ്ടിയിട്ട്, മുക്തിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാർ ശ്രമിക്കുന്നില്ല. അതാരാണ് ശ്രമിക്കുന്നത്? ഒരു ഭക്തൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാം ആത്മീയ തലത്തിലുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം ഒരു മിഥ്യയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. So those who are enlightened in spiritual life, however, should not try to agitate such materially engrossed person. അപ്പോൾ ഭക്തന്മാർ ഇങ്ങനത്തെ ആൾക്കാരെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാൻ പാടില്ല. കാരണം അവർ ആ മേഖലയിൽ അങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ, നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെ മുടക്കാൻ പോകണ്ട. അവർ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ ചെയ്തോട്ടെ. ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു കാലത്ത് അവർക്ക് ശരിക്കുള്ള അറിവ് ഭഗവാൻ മുഖേന അല്ലെങ്കിൽ ഭക്തന്മാർ മുഖേന കിട്ടും. അപ്പോൾ അവർ ഹയർ ടേസ്റ്റ് കിട്ടിയാൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കും. So such bewildered persons may be engaged in such primary moral principles of life as non-violence and similar materially benevolent work. Men who are ignorant cannot appreciate activities in Krishna consciousness, and therefore Lord Krishna advises us not to disturb them and simply waste valuable time. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? അങ്ങനെ ഇങ്ങനത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റീസിൽ, ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കുക. അവർക്ക് അവരുടെ സമയം വരുമ്പോൾ അവർ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലെത്തും. നമുക്ക് ശ്രമിക്കാം. പക്ഷേ അവർ വഴങ്ങുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ലീവ് ദം അലോൺ. ദേ ആർ ഡൂയിങ് സം പയസ് ആക്ടിവിറ്റീസ്. നല്ല, അതായത് സത്കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് മുക്തി കിട്ടില്ല. ഭുക്തി എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റ്, സെൻസ് എൻജോയ്മെൻ്റ് ആയിരിക്കും. നമ്മളുടെ ശരീരത്തിന് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ താൽക്കാലികമായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. കംഫർട്ട് ലെവൽ നമുക്ക് കൂട്ടാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് അവരെ വല്ലാണ്ട് അതിന്ന് വഴിതിരിപ്പിക്കേണ്ട ആവശ്യമില്ല. സമയം വരുമ്പോൾ അവരെ തീർച്ചയായിട്ടും ഭഗവാന്റെ അതിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. But the devotees of the Lord are more kind than the Lord because they understand the purpose of the Lord. ഇത് ഭഗവാൻ പറയുന്നു. പക്ഷേ ഡിവോട്ടീസ്, ഭക്തന്മാരെന്താണ്, അങ്ങനത്തെ ആൾക്കാർ കൂടിയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഭക്തന്മാരാക്കിയിട്ട് അവർ ശ്രമിക്കും. ഭഗവാൻ പറയുന്നു നിങ്ങളതിന് സമയം കളയണ്ട. പക്ഷേ ഭക്തന്മാരെന്താണ് ചെയ്യുന്നത്? അവരെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സത്കർമ്മം ചെയ്യുന്ന ആൾക്കാരെയും കൂടിയും ഭക്തന്മാരാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ് ആർ മോർ കൈൻഡ് ദാൻ ദ ലോർഡ്. ഭഗവാനേക്കാളും കൂടുതൽ കരുണ കാണിക്കുന്നു. ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ലോർഡ്.
ഭഗവാന്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കോൺസിക്വൻ്റ്ലി ദേ അണ്ടർടേക്ക് ഓൾ കൈൻഡ്സ് ഓഫ് റിസ്ക് ഈവൻ ടു ദ പോയിന്റ് ഓഫ് അപ്രോച്ചിങ് എ ഇഗ്നോറൻറ്റ് മാൻ ടു ട്രൈ ടു എൻഗേജ് ദം ഇൻ ദ ആക്ട്സ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് വിച്ച് ആർ അബ്സല്യൂട്ട്ലി നെസറി ഫോർ ദ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ വളരെ വളരെ റിസ്ക് എടുത്തിട്ട് ആണ് അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുന്നു, പ്രചാരം നടത്തുന്നു. റിസ്ക്കാണ്, അവരുടെ ലൈഫും കൂടി റിസ്ക്കിലായിരിക്കും. എന്നാലും അവർ ആ റിസ്ക് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവരെ ഉദ്ധരിക്കാൻ അവർ ശ്രമിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭക്തന്മാർ ശ്രമിക്കുന്നു, റിസ്ക് എടുത്തിട്ടും കൂടിയിട്ട്. കാരണം അതാണ് ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള വെൽഫെയർ വർക്ക്. ഒരുത്തനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആ ഒരു ധനമാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അതുകൊണ്ട് ഭക്തന്മാരെ റിസ്ക് എടുത്തിട്ടും അത് പ്രവർത്തിക്കുന്നു, അത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Any questions or any comments? പ്രഭുജി, ഈ നമ്മള് നാമാപരാധം ചൊല്ലുന്നുണ്ടല്ലോ പ്രഭുജി, 10 നാമാപരാധങ്ങള്. അതിലപ്പോ 50ാമത്തെ പറയുന്നുണ്ടല്ലോ പ്രഭുജി, അവിശ്വാസിയായ ഒരു വ്യക്തിയോട് ദിവ്യനാമത്തിന്റെ മഹാത്മ്യം നമ്മൾ പറയരുതെന്ന്. അതായത് ഡു നോട്ട് ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ദ ഹോളി നെയിം എന്നാണ് പറയുന്നത്. അതായത് ഫെയ്ത്ത്ലെസ്, അവിശ്വാസി, അതിൻ്റെ ഗ്ലോറീസിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നാമം ചെല്ലാൻ പറഞ്ഞാൽ മതി. നാമം ചെല്ലാൻ പറയാം. അതിന് ഒരുപാട് ഗ്ലോറീസ് ഉണ്ട്. ആ ഗ്ലോറീസ് ഒന്നും പറഞ്ഞാൽ ഇനീഷ്യലി ഒരു പുതിയ വ്യക്തിക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്ലോറീസ് നമ്മൾ പറഞ്ഞാൽ അതിനെ പുച്ഛിച്ചാൽ അത് നിന്ദയായി മാറും. ഹരിനാമത്തിന് അപ്പൊ അവർക്ക് നല്ലതിന് പകരം എന്ത് സംഭവിക്കും? ദോഷം വരും, അപരാധം വരും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാം, നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ നാമം ചെല്ലൂ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കും, ഇത്ര പറഞ്ഞാൽ മതി. അപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കേണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൂടി ചൊല്ലാൻ പറയാം. പിന്നെ ഭഗവാന്റെ കൃപ വന്നാൽ അവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നേർവഴി, എന്താണ് തെറ്റായിട്ടുള്ള വഴി, ഇതെല്ലാം ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് ഡു നോട്ട് ഇൻസ്ട്രക്ട് എ ഫെയ്ത്ത്ലെസ് പേഴ്സൺ അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ദ ഹോളി നെയിം. ഒരുപാട് ഗ്ലോറീസ് ഉണ്ട് ഹോളി നെയിം. അതെല്ലാം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ വിശ്വാസം വരില്ല. അപ്പം അതിനെ അവർ പുച്ഛിക്കും. ആ പുച്ഛിച്ചാൽ അത് നിന്നയാവും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ പറഞ്ഞാൽ മതി. പിന്നെ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം വർക്ക് ചെയ്തോളും ചൊല്ലുമ്പോൾ. അത് അതിന്റെ അവരെ അപരാധത്തിൽപ്പെടുത്താതെ രക്ഷിക്കുകയും ചെയ്യാം. അതെ. പിന്നെ അഡമന്റ് ആണ്, ഒരാൾക്ക് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ലീവ് ദം, നമ്മളതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില ആൾക്കാരെ ഇഗ്നോറൻസ് കൊണ്ട് അവർ ചൊല്ലില്ല, ഇഗ്നോറൻസ് അറിവില്ലായ്മ കൊണ്ട് അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഉറങ്ങുന്ന ആളെ നമുക്ക് എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്ന ആളെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല അല്ലേ? അതേപോലെ ഇഗ്നോറൻ്റ് ആളെ, അതായത് ഒന്നും അറിയാത്ത ആളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതായത് ഇഗ്നോറൻ്റ് ആണ് നടിക്കുന്ന ആളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അഡമൻ്റാണ്, വാശിയാണ്, ഭഗവാനെ ഇല്ല, ഞാൻ തന്നെ ഭഗവാൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അത് അവരുടെ അതായത് സുഹൃതം പറഞ്ഞ് ഒട്ടുമില്ല അവർക്ക്. അതുകൊണ്ട് നമ്മളുടെ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. ഇഗ്നോറൻ്റ് ആണ്, അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യാതിരിക്കുന്നത് വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഭഗവാനിലും ഉപരി ഭക്തരുടെ പ്രചരണത്തിന്റെ ഭാഗം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് 9ാം അപരാധം ഓർമ്മയിൽ വന്നാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ 30 അല്ലേ? യെസ്, അടുത്തത് 30 ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതാ തുടങ്ങിയത്?
7. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിനാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णवी की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे. हरि हरि ഹരി ഹരി. താങ്ക് യു.